രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ടതിനു ശേഷം വി ഡി സതീശൻ പുറത്തേക്കിറങ്ങുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന്റെ വസതിയിൽ നേരിട്ടെത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. പടിയില്ല ഞാൻ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച ഞാനെപ്പോഴും വരുന്ന വീടല്ലേ ഇത്. കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിലോട്ട് എൻ്റെ ലീഡറാണ് അദ്ദേഹം എല്ലാ കാലത്തും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വാഹനത്തിലാണ് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. എത്രയോ വർഷമായിട്ട് ഈ വീട് ഉണ്ടാക്കിയ കാലം മുതൽ ഈ വീട്ടിൽ വരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കാണണ്ടേ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അത് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹവുമായി തന്നെ കൂടിയാലോചിച്ച് ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കും. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂരിൽ പോയി ഞാൻ തൊഴുതിട്ട് പത്രക്കാരെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിറവേറ്റും എന്നാണ് എനിക്ക് പറയാൻ. അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഒരു ഉപാധിയില്ല. ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധി? I met Sri Ramesh Chinthila ji for getting his blessings. He was my leader. When I was a student, he was my leader. Always he was my leader. Now also he is my leader. No doubt. That is a meeting. He blessed me for taking this post. Always his blessings will be and support will be with me. I'm sure this is a meeting of two brothers, nothing more. Both of you seems to be. That will be decided by the party, and they will. The party leaders will discuss with him. The party leaders will discuss with him. Then we will take a decision after getting his opinion. Then only party will decide. അത് വൈകുന്നേരം ആകുമ്പോൾ പറയാം. ഓക്കെ.